اللهم صل على محمد خير خلق الله رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, ഇന്ന് റമദാൻ 10 ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ ആണ്ടിൻ്റെ നാളാണ്. എല്ലാവരും ഖദീജ ബീവിയോട്, ആ ഉമ്മയോട്, നമ്മളുടെ ഉമ്മയാണത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആ ഉമ്മയോട് ചോദിച്ചാൽ തീർച്ചയായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മയെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കണം. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വാപ്പയാണ് ഖുവൈലിദ്. ഉമ്മാൻ്റെ പേരാണ് ഫാത്തിമ ബിൻത്ത് സായിദ്. ആദ്യ ഭർത്താക്കന്മാർ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. 2 ഭർത്താക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്ന് അതീഖ് ബിൻ ആയിദ്, ഹിന്ദ് ബിൻ സുറാറ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ ഹബീബായ തങ്ങൾക്ക് 25 വയസ്സും ബീവിക്ക് 40 വയസ്സും പ്രായമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് കല്യാണത്തിൻ്റെ വിഷയം സംസാരിച്ചത് എളാപ്പയായ അബൂ ത്വാലിബും, ഖദീജ ബീവിയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചവർ ഖദീജ ബീവിയുടെ എളാപ്പൻ്റെ മകനായ വറഖത്ത് ബിൻ നൗഫലുമാണ്. അവിടുന്ന് ഹബീബായ തങ്ങൾ മഹർ കൊടുത്തത് 12.5 ഊക്കിയ സ്വർണം. ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്. അങ്ങനെ 12.5 ഊക്കിയ സ്വർണ്ണമാണ് അവിടുന്ന് ഖദീജ ബീവിക്ക് മഹറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. 20 ഒട്ടകമെന്നും അഭിപ്രായമുണ്ട്. ചിലർ 12.5 ഊക്കിയ സ്വർണം, ചില മാന്മാർ 20 ഒട്ടകമാണെന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുകയും അങ്ങനെ ഖദീജ ബീവിക്ക് ആദ്യ ഭർത്താക്കന്മാരിൽ, അതായത് ആദ്യ ഭർത്താവായ സുറാറയിൽ 2 സന്താനങ്ങളുണ്ട്, ഹിന്ദും ഹാലയും. മറ്റൊരു ഭർത്താവായ അതീഖിൽ ഹിന്ദ് എന്ന കുട്ടിയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജയിൽ നിന്നിട്ടുണ്ടായ 6 മക്കൾ: ഖാസിം, സൈനബ, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുള്ള. അങ്ങനെ 6 മക്കളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിൽ നിന്നിട്ടുണ്ടായത്. അപ്പോൾ അത്രയും ഏറ്റവും മഹത്തരമായ ഖദീജ ബീവിയുടെ മദ്ഹ് ചൊല്ലിയാൽ തീർക്കാൻ കഴിയാത്തത്ര ഫളുലും ശ്രേഷ്ഠതയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി 4 ഖുതൂത്ത്. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ 4 ഗര വരച്ചു. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, തദ്റൂന മഹാദാ, ഇതെന്താണെന്നറിയോ എന്ന് വെച്ചു നിങ്ങൾ. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബി, അള്ളാഹിൻ്റെ റസൂലുമാണ് അറിയുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അഹ്ലിൽ നിന്നിട്ട് പെണ്ണുങ്ങളിൽ ഏറ്റവും അഫ്ളലായ പെണ്ണുങ്ങളാ. അതിൽ ഒന്ന് ഖദീജത്തു ബിൻതു ഖുവൈലിദിൻ്റെ മകളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തത് ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് മുത്തുനബിൻ്റെ മകൾ. മൂന്നാമത്തെ പെണ്ണ് ആസിയത്തു ബിന്തു മുസാഹിം, അതായത് ഫിർഔനിൻ്റെ പെണ്ണ്, ഫിർഔനിൻ്റെ ഭാര്യ എന്ന് ഞങ്ങൾ പഠിച്ച ആസിയ ബീവി. നാലാമത്തെ സ്വർഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠരായ 4 പെണ്ണുങ്ങളിൽ നാലാമത്തത് മറിയമു ബിനത്തു ഇമ്രാൻ, ഇമ്രാൻ്റെ മകളായ മറിയമ്മ ബീവിയാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠരായ പെണ്ണുങ്ങളിൽ ഒന്നാമത്തെ ആളാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ അവിടുത്തെ ചരിത്രവും അവിടുത്തെ മഹത്വങ്ങളും പഠിക്കലും അതിനറിയലും ഓരോ മുഅ്മിനും മുഅ്മിനാത്തിൻ്റെയും കടമയാണ്. അതുകൊണ്ട് ഖദീജ ബീവിയുടെ ചരിത്രങ്ങൾ പഠിച്ച് ഇന്ന് ആണ്ടിൻ്റെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നാളെ ആയിട്ട് നമുക്ക് ചരിത്രങ്ങൾ ഒരല്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. എല്ലാവരും ഖദീജ ബീവിക്ക് വേണ്ടി യാസീനും ഫാത്തിഹ സൂറത്തുകളെല്ലാം ഓതി ദുആ ചെയ്യുക. ആ ഉമ്മയോട് നമ്മൾ വിളിച്ച് പറയുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നവരിൽ പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.